അപ്പോൾ ആദ്യം പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നീ ആദ്യം ഒരു ലൈസൻസ് എടുക്ക്, അല്ലാണ്ട് ഓയിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നീ കൊടുത്ത്, പക്ഷേ നമ്മൾ ഇനി അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആദ്യം ഒരു ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രം സെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അടുത്തുള്ളവർക്ക് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, നമുക്ക് പിന്നെ ഒന്ന് രണ്ട് ചേട്ടൻ്റെ കൂടെയുള്ള ജോലിക്കാർക്കും ഒക്കെ അങ്ങനെ. അപ്പോൾ തന്നെ ഞാൻ ആദ്യം, അപ്പോൾ ഞാൻ അന്നേരം കുടുംബശ്രീയുടെ പ്രസിഡൻ്റാണ്, പിന്നെ നമ്മൾ അംഗമാണ്. അപ്പോൾ അങ്ങനെ തന്നെ CDSൽ പോയി നമ്മൾ കുടുംബശ്രീയുടെ ലൈസൻസാണ് കേട്ടോ ആദ്യം എടുത്തത്. അപ്പോൾ നമ്മൾ ഇതിന് ഇങ്ങനെ പേരിടണമെന്നാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് ഇട്ടിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ഇതിൻ്റെ പേരെന്ന് വെച്ച്, പ്രൊഡക്റ്റിനൊരു പേരുണ്ടാവുമല്ലോ, എന്താണ് ആ സ്ഥാപനത്തിനൊരു പേരിട്ടേക്കണേന്ന് വെച്ചപ്പോഴത്തേക്കും ഞാനാകെ ഇതായിപ്പോയി. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തമാശക്കൊക്കെ പറയും നിൻ്റെ പേരിട് എന്നൊക്കെ പറയും. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഒരു പേര് നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അറിയാനും പാടില്ല. നമ്മൾ അന്നേരം ചെല്ലുമ്പോൾ, ലൈസൻസ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനൊരു പേര് വേണം എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വായിൽ വന്ന പേര് മൂകാംബിക എന്നാണ് കേട്ടോ. അങ്ങനെയാണ് മൂകാംബിക കാച്ചിയ എണ്ണ എന്നുള്ളൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തത്. അത് എന്താ പറയണ, അത് പറയാനായിട്ട് എനിക്ക് വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് എനിക്ക് വന്ന പേര് അതാണ്, ആ പേരാണ് എനിക്ക് ആദ്യം വന്നത്. പക്ഷേ അതുകൊണ്ട് പിന്നെ ആ പേരിനൊരു മോശം ഞാൻ വരുത്തുകയും ചെയ്തില്ല. നമുക്ക് അത് നല്ലൊരു നമുക്ക് നല്ലോണം കസ്റ്റമർ പിന്നെ നമുക്ക് വരികയാണ് ചെയ്തത്. അതാണ് എനിക്ക് പെട്ടെന്ന് ഇമോഷനായിപ്പോയി, എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ പറയാം ബാക്കി.